വാർത്തകൾ തുടരുന്നു. കായക്കൊടി ആലക്കാട് MLP സ്കൂൾ വിദ്യാർത്ഥികളുടെ 2 പുസ്തകങ്ങൾ പുറത്തിറങ്ങി. 1-ാം ക്ലാസ്സുകാരന്റെ ഡയറി കുറിപ്പുകളും 2-ാം ക്ലാസ്സുകാരിയുടെ കവിതാ സമാഹാരവുമാണ് പ്രസിദ്ധീകരിച്ചത്. അക്കാദമികേതര മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന കുന്നുമ്മൽ ഉപജില്ലയിലെ കായക്കൊടി പഞ്ചായത്തിലെ ആലക്കാട് MLP സ്കൂൾ 2023-24 അധ്യയന വർഷം കുട്ടികളുടെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 1-ാം ക്ലാസ്സുകാരൻ ആദിക് ദേവ് ബി അനൂപ് എഴുതിയ ഡയറി കുറിപ്പുകൾ നിറമൂറും നിലവുകൾ, 2-ാം ക്ലാസ്സുകാരി ലൈബ റഫീഖ് കൊടുവങ്ങൽ തയ്യാറാക്കിയ കവിതാ സമാഹാരം നക്ഷത്രപ്പൂക്കൾ എന്നിവയാണ് പ്രകാശിതമായത്. ചിന്ത, വായന എന്നിവയിലൂടെ ഭാഷാ നൈപുണ്യം നേടുവാനും തുടർന്ന് കുട്ടികളുടെ സ്വതന്ത്ര രചന പരിപോഷണവും ലക്ഷ്യമാക്കിയാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന പദ്ധതിക്ക് ആലക്കാട് MLP സ്കൂൾ തുടക്കം കുറിച്ചത്. 1-ാം ക്ലാസ്സിലെ ആദിക് ദേവ് ബി അനൂപിൻ്റെ ഡയറി കുറിപ്പുകൾ കേരള വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച സംയുക്ത ഡയറിയുടെ മികവിൻ്റെ നേർസാക്ഷ്യങ്ങളാണ്. അനുഭവങ്ങളുടെ സത്യസന്ധമായ നിഷ്കളങ്ക ആവിഷ്കാരമാണ് ദിനസ്മൃതികൾ. ഈ മിടുക്കൻ്റെ ഡയറി കുറിപ്പുകളിൽ വീടും പ്രകൃതിയും കൂട്ടുകാരും അവരോടൊത്തുള്ള കളികളും തൻ്റെ പ്രിയങ്കരിയായ അധ്യാപികയും തുടങ്ങി നിറമൂറും നിലവുകൾ എന്ന നാമകരണം അന്വർത്ഥമാക്കും വിധം മികവാർന്നതാണ് ദിനസ്മൃതികൾ. ഓരോ ദിവസവും എഴുതിയ ഡയറി കുറിപ്പുകളാണ് നിറമൂറും നിലവുകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പ്രസീത ടീച്ചറാണ് പുസ്തകമാക്കാൻ സഹായിച്ചത്. 2-ാം ക്ലാസ്സുകാരി ലൈബ റഫീഖിൻ്റെ നക്ഷത്രപ്പൂക്കൾ എന്ന കവിതാ സമാഹാരം പൂക്കളുടെ പരിമളം പരത്തുന്നതും പൂന്തോട്ടത്തിൻ്റെ വശ്യത പ്രകടമാക്കുന്നതുമാണ്. അനുഭവങ്ങളും ചിന്തയുടെ നേർസാക്ഷ്യങ്ങളും അതിമനോഹരമാം വിധം കവിതയിൽ ചിത്രീകരിക്കുന്നു. 2-ാം ക്ലാസ്സുകാരിയുടെ മിഴികളിൽ തെളിഞ്ഞ തത്തമ്മ, വിദ്യാലയം, പനിനീർപ്പൂവ്, വിരുന്നുകാർ എന്നിങ്ങനെയുള്ള വർണ്ണാഭമായ പ്രപഞ്ചത്തെ അക്ഷരങ്ങൾ കോർത്തിണക്കി വിസ്മയിപ്പിക്കുന്ന നക്ഷത്രപ്പൂക്കളമാക്കി മാറ്റിയിരിക്കുന്നു. കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ എല്ലാ കവിതകളും കാവ്യ ഭംഗിയാർന്നതും കുട്ടിയിലെ സാഹിത്യാഭിരുചി അനാവരണം ചെയ്യുന്നതുമാണ്. നക്ഷത്രപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, തത്തമ്മ പെണ്ണ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, പനനീർ ചെടി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, വിരുന്നുകാർ എന്ന് പറഞ്ഞൊരു കവിതയും പിന്നെ അധ്യാപകർ എന്ന് പറഞ്ഞൊരു കവിതയും. അധ്യാപകർ എന്ന് പറഞ്ഞ കവിതയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പുതിയ കവിതകൾ ഞാൻ വേറെ എഴുതുന്നുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ കുഞ്ഞു മനസ്സിൻ്റെ വീക്ഷണത്തിൽ അക്ഷരഗീതമാക്കിയ നക്ഷത്രപ്പൂക്കൾ അനധിവിദൂര ഭാവിയിൽ വിപുലമായ സാഹിത്യ ലോകത്തേക്കുള്ള കാര്യമാത്ര സംഭാവനകൾക്കായി വഴി തെളിയിക്കും. 2 പുസ്തകങ്ങളാണ് ഇക്കഴിഞ്ഞ അധ്യയന വർഷം ആലക്കാട് MLP സ്കൂൾ പുറത്തിറക്കിയിരിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സംയുക്ത ഡയറി എന്ന പദ്ധതിയുടെ ഭാഗമായി 1-ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും സംയുക്ത ഡയറി തയ്യാറാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ നന്നായി ഡയറി എഴുതിയ കുട്ടി എന്നുള്ള നിലക്ക് ആദിക് ദേവ് ബി അനൂപിൻ്റെ ഡയറി പ്രസിദ്ധീകരിക്കണമെന്ന് 1-ാം ക്ലാസ്സിലെ അധ്യാപികയായ പ്രസീത ടീച്ചറും പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ ഞാനും തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സന്തോഷ നിമിഷങ്ങളിലാണ് നമ്മൾ ഈ സന്തോഷം പങ്കുവെക്കുന്നത്. ആ കുട്ടിയുടെ പുസ്തകം ഏറെ ചർച്ചയാവുകയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ രക്ഷിതാക്കളും നാട്ടുകാരും സമൂഹവും ഏറെ താല്പര്യത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നക്ഷത്രപ്പൂക്കൾ വിതറിക്കൊണ്ട് നക്ഷത്രപ്പൂക്കൾ എന്നൊരു കവിതാ സമാഹാരം നേരത്തെ ഞങ്ങൾ പുറത്തിറക്കിയിരുന്നു. വളരെ വിപുലമായ രക്ഷിതാക്കളുടെ ഒക്കെ സാന്നിധ്യത്തിൽ 2-ാം ക്ലാസ്സിലെ ലൈബ റഫീഖ് കൊടുവങ്ങൽ ആ കുട്ടിയുടെ ഉമ്മ റാഷിദ ടീച്ചർക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്ത നക്ഷത്രപ്പൂക്കൾ സമൂഹത്തിലേറെ ചർച്ച ചെയ്യുകയുണ്ടായി. അജ്ഞാത ചിപ്പികളിലെ അനർഘമുത്തുകൾ സമൂഹമറിയാതെ ഒളിഞ്ഞിരിക്കുന്നത് സർഗാത്മക ഗവേഷണങ്ങളിലൂടെ വെളിച്ചം കാണിക്കുന്ന ആലക്കാട് MLP സ്കൂൾ തികച്ചും അഭിനന്ദനമർഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.